സംസ്ഥാനത്ത് നിലവിൽ പവർ കട്ടൊന്നുമില്ല. ഇനി പവർ കട്ടുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരരുത്. പറയുന്നത് സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കെ. കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം പറയുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ അദ്ദേഹത്തെ മനസ്സിലായി കാണണം. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഉപഭോഗം കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഉപഭോഗം കൂടുമ്പോൾ ഇത് തന്നെ അങ്ങ് തോന്നും. ഇത്രയും നേരമൊക്കെ പ്രവർത്തിച്ചില്ല, ഇത്രയും നേരം കറണ്ടൊക്കെ കൊടുത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ ട്രിപ്പ് ആവാം എന്ന് തോന്നി അത് സ്വയം ട്രിപ്പാകുന്നതാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന ന്യായം കൊടും ചൂടിൽ ബുദ്ധിമുട്ടി വലഞ്ഞിരിക്കുന്ന ജനതയുടെ മുമ്പിലേക്കാണ് ചെല്ലുന്നത് എന്നുള്ള സാമാന്യ ബോധം ഒരു വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിനു മുമ്പ് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. 1, 2, 3 പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു മൂപ്പരുടെ പ്രധാനപ്പെട്ട ഹോബി. ആരെന്ത് പറഞ്ഞാലും അപ്പ പറയും ടിഷ്യും 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 1, 2, 3 എന്ന് പറയും. ആരും തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഈ പറയുന്ന മന്ത്രിമാരുടെയൊക്കെ സ്വാഭാവികമായ ഒരു രീതി എന്ന് പറയുന്നതാണ്. അപ്പോൾ ജലവൈദ്യുതി പദ്ധതികളെല്ലാം തടസ്സപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെയുള്ള പല പദ്ധതികളും തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വൈദ്യുതി പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പായി പോകുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ട്രാൻസ്ഫോമറുകളുടെ പഴക്കവും ട്രാൻസ്ഫോമർ കാലാകാലത്തിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതും ഒക്കെ ആരായിരുന്നു? ഇതെല്ലാം ആരായിരുന്നു ചെയ്യേണ്ടത്? ആരായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്? ഈ മന്ത്രിമാർക്ക് മണിമാളികകളിൽ ഇരുന്നു കൊണ്ട് എന്തും പറയാം. പക്ഷേ എപ്പോഴും AC വാങ്ങാൻ പ്രാപ്തരായിട്ടുള്ള അതിദരിദ്രരൊന്നുമില്ലാത്ത കേരളമായതുകൊണ്ട് പാമ്പുകളൊന്നും ഇപ്പൊ വാതിക്കൽ വന്ന് ഒന്ന് കേറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമായതുകൊണ്ടും നമ്മൾ ഈ പാമ്പുകൾക്ക് വീടിനുള്ളിലേക്ക് ആനയിക്കണമോ അതോ ഞങ്ങൾ പുറത്തിറങ്ങി കിടക്കണമോ എന്നുള്ളൊരു സന്ദേഹമുള്ള അവസ്ഥയായതുകൊണ്ടും മന്ത്രി അതിനു കൂടി ഒരു ഉത്തരം തരണം. ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ശരിയാണ്, ലോഡ് ഷെഡിംഗ് ആണ്. ലോഡ് ഷെഡിംഗ് ഉള്ള സമയത്ത് പാമ്പുകൾ വന്ന് നമ്മുടെ വീട്ടുവാതിൽക്ക് മുട്ടിയിട്ട് ചോദിക്കും, ചേട്ടാ പുറത്ത് ഭയങ്കര ചൂടാണ്, ഞാനും കൂടി ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ, പറ്റിയ ഒരു കടി ഫ്രീ ആണ്, നിങ്ങളൊന്ന് കേറ്റോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് പരാതിപ്പെടാൻ സർപ്പ ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ സർപ്പ ആപ്പിൽ പ്രവർത്തിക്കേണ്ട പലരും നാട്ടിലില്ല. അവരൊക്കെ ഇവിടം വിട്ടുപോയി, മടുത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന പുറമ്പോക്കിൽ വരെ കൊച്ചു കുടിൽ കെട്ടിവെച്ച് പല ഷീറ്റുകളും കൊണ്ട് മറച്ച് ജീവിക്കുന്ന സാധാരണക്കാർ ഇവിടെയുണ്ട് എന്നുള്ളത് ഈ മന്ത്രിമാരൊക്കെയും മനസ്സിലാക്കണം. ജനപ്രതിനിധികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമല്ല. എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഒരു കുഞ്ഞു മരിച്ചു, ദിക്ഷലിന്റെ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ അയ്യോ എന്നായിപ്പോയി. കുഞ്ഞ് ഇവിടെയാണല്ലോ താമസിച്ചത്, അവരുടെ ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാ, അവരെയൊക്കെ എത്രത്തോളം അപമാനിക്കുന്ന ഒരു മറുപടിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാം, നോക്കൂ ചൂട് കൂടുതലുള്ള സമയമാണ്, ആ സമയമായതുകൊണ്ട് വൈദ്യുത ഉപഭോഗം കൂടുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പവർ കട്ട് വരും, അത് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതിന് ഇന്നതാണ് കാര്യങ്ങൾ, നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി എന്ന് ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ അതെ, ഡേ കാര്യകാരണ സഹിതം ഇങ്ങോട്ട് താ, ഞാനൊരു പത്രസമ്മേളനം നടത്തട്ടെ എന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. അത് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ ജനത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയരുതായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി അങ്ങ് ഇത്തരത്തിൽ ജനത്തിന്റെ മുഖത്ത് ചെകിട്ടത്തടിക്കുന്ന തരത്തിലുള്ള മറുപടി, അല്ലെങ്കിൽ പുച്ഛിക്കുന്ന തരത്തിലുള്ള മറുപടി പറയുന്നത്. നോക്കൂ, വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായതുകൊണ്ട് സംസ്ഥാനം അരമണിക്കൂർ ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നു. അത് ജനത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇനി അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്നത് വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെ നിയന്ത്രണങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ഞങ്ങൾ ഈ അരമണിക്കൂർ വീടിന്റെ പുറത്തിറങ്ങി ഇരുന്നോളാം
എന്ന് വിചാരിച്ചാൽ തീരാം. ഞങ്ങളത് അനുഭവിക്കണമല്ലോ. ഞങ്ങൾ ജനങ്ങളാണ്. കാരണം നിങ്ങളെയൊക്കെ ഈ വിരൽത്തുമ്പിലെ കൊണ്ട് നിങ്ങളെയൊക്കെ ഈ ഭരണത്തിൽ കയറ്റിയിരുത്തിയിട്ടുള്ളത് ഞങ്ങളാണ് എന്ന് പറയേണ്ടി വരികയാണ് ദയനീയമായിട്ട്. ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ജനത്തിനോട് കാര്യം പറയുമ്പോൾ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നിയന്ത്രണം വേണ്ടിവരുമെന്ന് പറയുന്നത്. ഈ നിയന്ത്രണം വേണ്ടിവരുമെന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്തിനാണ് ഈ LDF സർക്കാർ അനുദിനം എന്തിനാണ് ജനങ്ങളെ പുച്ഛിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും വേഗം പറയും അത് സംഖ്യയായിരിക്കും. അല്ലെന്നേ, സാധാരണ ജനമായതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഞങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഞങ്ങളെ അപമാനിക്കുന്ന ഈ തരത്തിലുള്ള ഇങ്ങനെ മൂക്ക് പിടിക്കുന്ന പരിപാടിയില്ലേ, അതൊന്നും വേണ്ട. ഇത്തവണയും പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം എന്തായിരിക്കും അവസ്ഥയാന്നുള്ളത്. കാരണം പരമാവധി ദ്രോഹിച്ച് വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എങ്ങനെയെല്ലാം ജനത്തെ വെറുപ്പിക്കാമോ അതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് ഒരു സർക്കാർ. 10 വർഷത്തെ ഭരണമാണ്. 10 വർഷത്തെ ഭരണത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ കാലേ കൂട്ടി കാണുന്നതാണ്. നിങ്ങൾ മോദി സർക്കാരിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഒന്ന് ചോദിക്കട്ടെ, ഈ മോദി സർക്കാർ ചെയ്യുന്ന പല പ്രവർത്തികളും, ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തികളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സാധിക്കാം, അല്ലെങ്കിൽ വോട്ട് പെട്ടിയിലാക്കാം എന്ന് കരുതിയിട്ടല്ല സർക്കാർ ഓരോന്നും ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കെറുവിക്കലോ ചൊറിച്ചിലോ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് ഒരു കണക്ക് ചോദിച്ചാൽ പോലും എടുത്ത് കൊടുക്കാനില്ല. എന്തുകൊണ്ട്? കേന്ദ്രം നൽകിയിട്ടുള്ള തുകയുടെ കണക്ക്, അത് എന്തിനെല്ലാം ചെലവഴിച്ചു, എവിടെയെല്ലാം ഉപയോഗിച്ചു, വിനിയോഗിച്ചു എന്നുള്ളതിന്റെ കണക്ക് ചോദിച്ചാൽ പോലും ബബ്ബബ്ബ. ഇതാണ് അവസ്ഥ. എന്നിട്ട് വീണ്ടും വന്നിട്ട് കേന്ദ്രത്തിനോട് പണം ചോദിക്കും. ഈ കെഞ്ചുന്നതിനും തെണ്ടുന്നതിനും യാതൊരു നാണവും മാനവും ഉളുപ്പുമില്ല എന്നുള്ളത് ഈ കേരളത്തിലെ ഈ അറ്റത്ത് കിടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മനസ്സിലാക്കി തരുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്രവുമായിട്ട് ഇടിപിടി കൂടുന്നുണ്ടെങ്കിൽ പോലും അവർ അവരുടെ നാടിന് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പണം ചോദിച്ചു വാങ്ങുന്നുണ്ട്. എന്നാൽ കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത്? കേരള സർക്കാർ ചെയ്യുന്നത് ഞങ്ങൾക്ക് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം. അല്ല മോദി, ഇത്തിരി പൈസ തരാമോ പ്ലീസ്, ഇനിയും തന്നില്ലെങ്കിൽ ഞങ്ങൾ ആപ്പിലാകും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കെഞ്ചലുകൾ നിർത്തി നാടിൻ്റെ വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുക, അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് മണി പോയിട്ടുണ്ടെങ്കിൽ പൈസ തൊട്ട് മണി അതല്ലേ പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ജനപ്രതിനിധികളുടെ പോക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനത്തിൻ്റെ കാര്യം കട്ട പൊഹ ആണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ അപമാനിക്കാതിരിക്കുക. മണിമാളികകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കൃഷ്ണൻകുട്ടി സഖാവേ ഒന്ന് പുറത്തിരിക്കാമോ, ഒന്ന് ദിക്ഷലിന്റെ വീട്ടിൽ പോയി ഒരു ദിവസം നിങ്ങൾക്ക് നിൽക്കാമോ? 1 മണിക്കൂർ വേണ്ട, 1/2 മണിക്കൂർ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾ ജനത്തെ ആട്ടുമ്പോൾ അപമാനിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ടത് ഇത്തരത്തിലുള്ളവരുടെ കൂടി, ഇത്തരത്തിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവരുടെ കൂടി വോട്ട് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് മത്ത് പിടിച്ചിരിക്കുന്നത്. മറന്നു പോകരുത്.